അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് നമ്മുടെ കുട്ടികളുടെയൊക്കെ ഫ്രോക്കിലൊക്കെ വയ്ക്കുന്ന ഒരു പൂവിൻ്റെ ഡിസൈൻ ആണ്. അതെന്താണെന്ന് വെച്ചാൽ നമുക്ക് പൂവുണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള സിമ്പിളായിട്ട് പൂവുണ്ടാക്കുക, എന്നാൽ നല്ല എലഗൻ ലുക്കായിട്ടുള്ള പൂവുണ്ടാക്കാനുള്ള എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഒരു ടൈപ്പിൽ. ഓക്കെ, അപ്പോൾ ഞാൻ എന്താ ഇങ്ങനെ ഒരു പീസ് എടുത്തിട്ട് അതിന് റൗണ്ടായിട്ട് കട്ട് ചെയ്യണം. ഓക്കെ, അപ്പോൾ നമ്മൾ നാലാക്കിയിട്ട് ഇങ്ങനെ മടക്കി വെക്കാം. എന്നിട്ട് അതിന് റൗണ്ട് ഷേപ്പിൽ നിങ്ങൾക്ക് എത്ര വീതിയിലാണ് എത്ര വണ്ണത്തിലാണ് പൂ വേണ്ടത് അത് നോക്കിയിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് വരച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ നമുക്ക് നാലാക്കി തുണി മടക്കി കഴിഞ്ഞാൽ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിയുമ്പോൾ റൗണ്ട് ഷേപ്പിൽ നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഷേപ്പിൽ, അപ്പോൾ നമുക്ക് എത്ര വീതിയാണ് എത്ര വണ്ണത്തിലുള്ള പൂവാണ് വേണ്ടത് അത് നോക്കിയിട്ട് നമുക്കിതുപോലെ വരഞ്ഞിട്ട് ചെയ്തെടുക്കാം. ആദ്യം റഫായിട്ടൊന്ന് ഉണ്ടാക്കി നോക്കുക, അപ്പോൾ നമുക്ക് മനസ്സിലാവും എത്ര വണ്ണമാണ്, എത്ര ചെറുതാണ്, എങ്ങനെയാണെന്നൊക്കെ മനസ്സിലാവും. ഓക്കെ, അപ്പോൾ ഞാനിതാ ഇത്ര വണ്ണമുള്ള ഒരു പീസാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ത്രെഡ്, സാധാരണ സൂചി ഉണ്ടല്ലോ, നമ്മുടെ കൈത്തുന്നൽ തുന്നുന്ന സൂചി, ആ സൂചിയിൽ ത്രെഡ് കോർത്തിട്ട് എടുക്കാം. എന്നിട്ട് ഇങ്ങനെ ഈ ഒരു തുണിയുടെ അറ്റത്തിട്ടിട്ട് ഇങ്ങനെ കൈത്തുന്നൽ ഇങ്ങനെ തുന്നിയെടുക്കണം. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല വീതിക്കുള്ള സ്റ്റിച്ച് കൊടുക്കാം, അല്ലെങ്കിൽ ചെറിയ സ്റ്റിച്ച് കൊടുക്കാം. ഇനി അത് റൗണ്ടായിട്ട് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഒറ്റ ഇഴയിൽ സ്റ്റിച്ച് ചെയ്താൽ മതി കേട്ടോ, രണ്ടെണ്ണം ആക്കാൻ നിൽക്കേണ്ട, ഒറ്റ ഇഴയിൽ സ്റ്റിച്ച് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഞാനിത് സ്പീഡാക്കി കാണിക്കുന്നതേ ഉള്ളൂ, നിങ്ങൾ മെല്ലെ മെല്ലെ ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ആദ്യം ഉണ്ടാക്കുമ്പോൾ ചെറിയൊരു ബുദ്ധിമുട്ട് തോന്നും, കാരണം കുറേ സമയം പിടിക്കുന്ന പോലെയൊക്കെ തോന്നും. പിന്നെ അത് റെഡി ആയിക്കോളും, നല്ല ഭംഗിയുള്ള പൂക്കൾ കിട്ടും. അപ്പോൾ ഞാൻ അത് കംപ്ലീറ്റ് ആയിട്ട് റെഡി ആക്കട്ടെ. ഇങ്ങനെ കിട്ടിയിട്ടുണ്ട് കണ്ടോ, കംപ്ലീറ്റ് ആയിട്ട് ഞാനത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ ആ നൂല് പിടിച്ചിട്ട് അങ്ങ് വലിച്ചേക്കാം. കേട്ടോ, ഇങ്ങനെ വലിക്കുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് വലിച്ചു കഴിഞ്ഞാൽ ഇത്ര വണ്ണത്തിൽ ഇങ്ങനെ കിട്ടും. അപ്പോൾ ഇങ്ങനെ തന്നെ ഒരു പൂവായി കഴിഞ്ഞു. കണ്ടോ, അടിപൊളി പൂവായിട്ട് കിട്ടിക്കഴിഞ്ഞു. നമുക്കിങ്ങനെ തന്നെ നമുക്ക് ഫ്രോക്കിലേക്കോ എവിടെയാണെന്ന് വെച്ചാൽ അത് വെച്ച് കൊടുക്കാം. കേട്ടോ, അപ്പോൾ നമ്മൾ നന്നായിട്ട് വലിച്ച് പൊട്ടിപ്പോകരുത്, നൂല് കംപ്ലീറ്റ് ആയിട്ട് നല്ലോണം വലിച്ചിട്ട് അത് അവിടെ തന്നെ അങ്ങ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. ആ ഒരു ഭാഗങ്ങളൊക്കെ ഒന്ന് ഉള്ളോട്ടാക്കിയിട്ട് ഒന്ന് സെക്യൂർ ചെയ്തിട്ട് കൊടുക്കാം. റോ എഡ്ജസ് ആണല്ലോ അവിടെയൊക്കെ ഉള്ളത്, അതൊക്കെ ഒന്ന് താഴോട്ടേക്ക് വരുന്ന രീതിക്ക് ചെയ്തെടുക്കാം. ഓക്കെ, നന്നായിട്ട് ടൈറ്റായിട്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. ഓക്കെ, കണ്ടോ, ഇപ്പോൾ തന്നെ നല്ല അടിപൊളി പൂവായിട്ട് ഉണ്ട്. ഇനി അതുപോലെ ഞാനൊരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ എടുക്കുന്നതെന്ന്, അതുകൊണ്ട് നമ്മളെ ഞാൻ ചെയ്യുന്ന ഫ്രോക്കിൻ്റെ വേറൊരു പീസും കൂടി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും ഇതുപോലെ തന്നെ റൗണ്ടായിട്ട് കട്ട് ചെയ്യാം. എന്നിട്ട് അപ്പോൾ ഇപ്പോൾ ഞാൻ ചെയ്തത് തന്നെ അത് ഓക്കെയാണ്, അതൊരു പൂവായിട്ട് കിട്ടിയിട്ടുണ്ട്, വേറെ ഒന്നും ചെയ്യണമെന്നില്ല. അപ്പോൾ ഞാനിത് വേറൊരു മോഡൽ കാണിക്കുന്നതേ ഉള്ളൂ. അതും ഇതുപോലെ തന്നെ അതിൻ്റെ അറ്റത്തിട്ടിട്ട് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. കൈത്തയ്യൽ തയ്ച്ച് കൊടുത്തിട്ട് അതും ഇതുപോലെ തന്നെ വലിച്ചിട്ട് പൂവാക്കി എടുക്കണം. അപ്പോൾ ഞാൻ മറ്റേതിനേക്കാളും ചെറുതാണ് കേട്ടോ ഈ ഒരു പീസ് എടുത്തിരിക്കുന്നത്, അതങ്ങനെ ഒരു ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് സിമ്പിളായിട്ട് തന്നെ നമുക്ക് അടിപൊളി പൂവൊക്കെ ഉണ്ടാക്കിയിട്ട് ഫ്രോക്കിലായാലും നമുക്ക് സ്റ്റിച്ച് ചെയ്ത് വെച്ച് കൊടുക്കാൻ പറ്റും. നല്ല ഭംഗിയായിരിക്കും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ കണ്ടോ, ഇങ്ങനെ ചെറിയതായിട്ട് കിട്ടിയിട്ടുണ്ട്. അതും ഇതുപോലെ തന്നെ നന്നായിട്ടിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ പരത്തി വെച്ച് കൊടുക്കാം. അപ്പോൾ കണ്ടോ, അതും ചെറിയൊരു പൂവായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെയും നമുക്ക് വെച്ച് കൊടുക്കാം. എത്ര പൂ വേണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ. കണ്ടോ, ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ആ ഒരു ഫസ്റ്റ് ഉണ്ടാക്കിയ പൂവിൻ്റെ മുകളിലേക്ക് ഈ ഒരു പൂ വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാനിത് ജസ്റ്റ് ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതേ ഉള്ളൂ. നിങ്ങൾക്ക് എങ്ങനെയും ചെയ്യാം. ഇങ്ങനൊരു പൂ ഉണ്ടാക്കാനുള്ളൊരു ഐഡിയ ഞാൻ പറഞ്ഞു തന്നതേ ഉള്ളൂ.
കണ്ടോ. ഇനി രണ്ടും കൂടി ഒരുമിച്ച് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കാം, ഒന്ന് സെക്യൂർ ചെയ്യാം. എന്നിട്ട് ഞാനിപ്പോൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ നടുക്ക് ഒരു 4-5 മുത്തുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ഗോൾഡൻ കളറിൽ മുത്തുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. നമുക്ക് എന്തും അതിൽ വെച്ച് കൊടുക്കാം. ഞാനിപ്പോൾ മുത്തുകളാണ് വെച്ച് കൊടുക്കുന്നത്. എനിക്കൊരു ഗോൾഡൻ കളർ ഉണ്ടല്ലോ അതിൽ, അതുകൊണ്ട് ഞാൻ മുത്തുകൾ വെക്കുമ്പോൾ നല്ല ഭംഗിയുണ്ടാകും കാണാൻ വേണ്ടിയിട്ട്. അതുകൊണ്ടാണ്. അപ്പോൾ അതാ ഒരു 4-5 മുത്തുകൾ വെച്ച് കൊടുക്കുന്നുണ്ട്. ആ ഒരു റോ എഡ്ജസ് ഒന്ന് കവർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു മുത്തുകൾ മാത്രം അങ്ങനെ വെച്ച് കൊടുക്കുകയാണ്. അപ്പോൾ ഞാനത് കംപ്ലീറ്റ് ആയിട്ട് വെച്ച് കൊടുക്കട്ടെ. ഇത് കണ്ടോ, ഇങ്ങനെ കിട്ടിയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നല്ല അടിപൊളി പൂവാണ്. നന്നായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെടും ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ. ഓക്കെ, അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകുമെന്ന് വിചാരിക്കുന്നു. ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട്, അടുത്ത ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോ ആയിട്ട് വേഗം വരാം. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, എന്തായാലും ഉപകാരപ്പെടും. ഓക്കെ, അപ്പോൾ ബായ്.